ഡെവലപ്പേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റിലെ മൂന്നാമത്തെ ടോപ്പിക് ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. അപ്പൊ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ നോക്കിയിട്ട് ചിലർ പറയാറില്ലേ, നിനക്ക് നിന്റെ അച്ഛന്റെ ചിരിയാണ് അല്ലെ അമ്മേന്റെ ഹൈറ്റ് ആണെന്നൊക്കെ. ഇതുപോലെ അപ്പോൾ ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ക്യാരക്ടറിസ്റ്റിക്സും ട്രേഡ്സും ഒക്കെ പാസ് ചെയ്യുന്നതല്ലേ. ഇതുപോലെ തന്നെയാണ് പ്രോഗ്രാമിന്റെ കേസിലും. ഇവിടെയും ഒരു പാരന്റ് ചൈൽഡ് കോൺസെപ്റ്റ് ഉണ്ട്. പാരന്റ് ക്ലാസ്സിൽ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഒക്കെ ചൈൽഡ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാം. ചൈൽഡ് ക്ലാസ്സിലെ ഒബ്ജക്റ്റിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായോ? അപ്പം അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. പാരന്റ് ക്ലാസ്സിനെ ചൈൽഡ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയും. നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഇന്ന് കോഡിങ്ങിൽ പറയാൻ പോകുന്നത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ വെഹിക്കിളിന്റെ എക്സാമ്പിൾ ആണ്. എൻ്റെ പാരന്റ് ആയിട്ട് ഞാൻ വെഹിക്കിളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു വെഹിക്കിൾ ഫാമിലി. അതിൽ വെഹിക്കിളിന് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വെഹിക്കിളിന്റെ കോമൺ ഒരു ഫംഗ്ഷൻ അല്ലേ. ഈ ഒരു വെഹിക്കിൾ ക്ലാസ്സിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് ഈ വെഹിക്കിളിന്റെ ഫാമിലി ഒരു മെമ്പർ ആണല്ലേ, ഒരു ചൈൽഡ് ആണ് കാർ അല്ലേ. അപ്പൊ ഞാൻ ഒരു കാർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ വെഹിക്കിളിന്റെ പ്രോപ്പർട്ടീസിനെയും ഫങ്ഷൻസിനെയും കാർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം വെഹിക്കിൾ ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലൊരു ഫംഗ്ഷൻ എഴുതുവാണ്. സ്റ്റാർട്ട് എൻജിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെഹിക്കിളിന്റെ കോമൺ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ഇതിന്റെ അകത്ത് ഒറിജിനൽ മെത്തേഡ് അല്ല കേട്ടോ. മീൻസ് ഞാനിവിടെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, എൻജിൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഒരു റിയൽ പ്രൊജക്റ്റ് ആണെങ്കിൽ എന്താണോ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സ് അതായിരിക്കും ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും അല്ലേ. ഓക്കെ, നമ്മുടെ പാരന്റ് ക്ലാസ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചൈൽഡ് ക്ലാസ് ആണ്. ചൈൽഡ് ക്ലാസ് വെഹിക്കിളിന്റെ ചൈൽഡ് എന്താണ്, കാറാണ്. ഞാൻ പറഞ്ഞു എക്സ്റ്റെൻഡ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഹെറിറ്റൻസിന്റെ സിന്റാക്സ് എക്സ്റ്റെൻഡ് കീവേഡ് സ്പേസ് നമ്മൾ ചൈൽഡ് ക്ലാസിന്റെ പാരന്റ് ക്ലാസിന്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൈൽഡ് ക്ലാസ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണോ അതിവിടെ എഴുതുക. ഞാനിവിടെ കാർ ക്ലാസ്സിന് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ അകത്തും ഒരു ജസ്റ്റ് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, കാർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചൈൽഡ് ക്ലാസ്സും പാരന്റ് ക്ലാസ്സും റെഡി ആയിട്ടുണ്ട്. വെഹിക്കിൾ പാരന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെഹിക്കിളിനെ ഞാൻ പറഞ്ഞില്ലേ എക്സ്റ്റെൻഡ് ചെയ്യുവാണെന്ന്, ഇൻഹെറിറ്റൻസിൽ എക്സ്റ്റെൻഡ് ചെയ്തു പാരന്റ് ക്ലാസ്സിനെ. ഓക്കെ, ഇപ്പൊ എന്തായി, എന്റെ ചൈൽഡ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് പാരന്റ് ക്ലാസ്സിന്റെ വേരിയബിൾസിനെയും ഫംഗ്ഷനെയും ആക്സസ് ചെയ്യാം. അതെങ്ങനെയാന്ന് നോക്കിയാലോ? അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചൈൽഡ് ക്ലാസ് ആരാണ്, കാറിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക കേട്ടോ. അപ്പൊ കാർ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട്. എൻ്റെ ചൈൽഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ പാരന്റ് ക്ലാസ് ആരാണ്, വെഹിക്കിള്. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാർട്ട് എൻജിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അഗെയിൻ ഈ ചൈൽഡ് ക്ലാസ്സിന്റെ ഒരു ഫംഗ്ഷൻ ഇല്ലേ, ഡ്രൈവ് എന്ന് പറഞ്ഞ് അതിനെയും കൂടെ കോൾ ചെയ്യുന്നു. ജസ്റ്റ് എക്കോ സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്, കാരണം നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം മനസ്സിലായോ? ഇതാണ് ബേസിക് ഇൻഹെറിറ്റൻസിന്റെ ഡെഫിനിഷൻ. നമുക്കൊന്ന് റൺ ചെയ്താലോ? കണ്ടില്ലേ, പാരന്റ് ക്ലാസ്സിന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റും അതായത് എൻജിൻ സ്റ്റാർട്ടഡും ചൈൽഡ് ക്ലാസ്സിന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ട്. അതായത് ചൈൽഡ് ക്ലാസ്സിന് പാരന്റ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് ഡിഫറെന്റ് ഇൻഹെറിറ്റൻസിന്റെ ടൈപ്പ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.